ഹസിനടിച്ചിരെത്തിയോ? ആ ഞാൻ നേരത്തെ ഉണ്ട്. നസീറെ വൈകിയ ടീച്ചറെ പിന്നെ തുടങ്ങിക്കോ? സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസ് തുടങ്ങി, റെക്കോർഡിങ് സ്റ്റാർട്ടായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ വമൻ ബിഹിസാനിൻ ഇലാ യൗമിദ്ദീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. صدق الله العظيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവ് നിറഞ്ഞ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിച്ചു തീർത്ത നിമിഷങ്ങൾ മുഴുവനും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന മാലിക് യൗമുദ്ദീന്റെ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു കുറഞ്ഞ ഈ സമയത്തിന് അർഹമുറാഹിമിനായ അള്ളാഹു അർഹിക്കുന്ന അർഹമായ പ്രതിഫലം അവന്റെ ഇഷ്ടത്തോടുകൂടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ വിസ്മൃതിയുടെ സദസ്സിൽ ഇരുന്ന് സമയം പോക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പാഴാക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പകരമായി ഈ ഇരിക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഈ സമയം അതിന് പകരമായി പരിഹാരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പാഴാക്കിക്കളയാൻ എനിക്കിനി ഒരു നിമിഷവും ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ മൂല്യമേറിയ സമയങ്ങൾ, ഇനി ബാക്കിയുള്ള ആയുസ്സിലെ സമയവും ആരോഗ്യവും സമ്പത്തും എന്താണോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് അത് ചിലവഴിച്ചുകൊണ്ട് അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിൽ പറഞ്ഞതുപോലെ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്കും. നീ തേടിക്കൊള്ളണേ, നിനക്ക് ഞാൻ എന്ത് വിഭവമാണോ നൽകിയിട്ടുള്ളത്, ഈ ഇഹലോക ജീവിതത്തിൽ ഞാൻ നിനക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അത് ചിലവഴിച്ചുകൊണ്ട് നിന്റെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരിടം, ഒരു വീട് നീ പണിഞ്ഞുകൊള്ളണേ എന്ന് അള്ളാഹു, സ്നേഹാനിധിയായ അള്ളാഹു സ്നേഹത്തോടെ ദുനിയാവ് വിഭവങ്ങളൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ട് ഒന്നും നമ്മൾ കൊണ്ടുവന്നതല്ലല്ലോ സഹോദരിമാരെ. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നപ്പോൾ വെറും കൈയോടെ വന്ന നമുക്ക് ഇക്കണ്ട അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ടാണ് അള്ളാഹു പറയുന്നത് വബ്തഗി, തേടിക്കൊള്ളണേ, ഫീമ ആതാകല്ലാഹു ദാറൽ ആഖിറ, ആഖിറത്തിൽ ഒരു ഭവനം, ഒരു ദാറ്, ഒരു വീട് നിങ്ങൾ സ്വന്തമായിട്ട് പണിയണേ എന്ന് എല്ലാം തന്നതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്. അപ്പോ അവന്റെ ആ വാക്ക് സൂറത്ത് ഖസസിൽ ഇത് പറയുന്നത് ആരോടാണെന്നും കൂടി ഓർക്കണം. ദുനിയാവിൽ ഒരുപാട് നിഅമത്തുകള്, ഒരുപാട് സൗഭാഗ്യങ്ങള്, ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ഖാറൂൻ മുതലാളിയെ, ഖാറൂനെ പരിചയപ്പെടുത്തിയിട്ടാണ് സൂറത്ത് ഖസസിലാണ് അള്ളാഹു ഇത് പറഞ്ഞു തരുന്നത്. എല്ലാം നൽകി അനുഗ്രഹിച്ചു അവന് സമ്പത്ത് നൽകി, വാഹനം നൽകി, ഒട്ടക കൂമ്പാരങ്ങളെ നൽകി, കുതിരകളെ നൽകി, മണിമഞ്ചം പോലത്തെ ധാരാളം കൊട്ടാരങ്ങൾ, ഒന്നല്ല ഒന്നിലധികം കൊട്ടാരങ്ങള്, ഷോപ്പിംഗ് കോംപ്ലക്സുകള് എല്ലാം നൽകിയ ഖാറൂൻ ഒന്നും നേടാതെ, അള്ളാഹുവിനെ കണ്ടെത്താതെ, അള്ളാഹുവിന്റെ സത്യദീനെ സഹായിക്കാതെ ഈ ദുനിയാവിലെ ജീവിതം പാഴാക്കി ചത്തൊടുങ്ങിയ കഥ.
ചത്തൊടുങ്ങിയ കഥ പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാൻ എന്താണോ നൽകിയത് അതുകൊണ്ട് സ്വർഗത്തിൽ അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്വർഗലോകത്തിലൊരു ഭവനം നിങ്ങൾ പണിയണമെന്ന്. അതുകൊണ്ട് സ്നേഹാനിധിയായ അള്ളാഹുവിന്റെ ആ വർത്തമാനത്തിന്, ആ ആജ്ഞയ്ക്ക്, ആ ഉപദേശത്തിന് നല്ല രീതിയിൽ ചെവി കൊടുത്തുകൊണ്ട്, മനസ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശിഷ്ടകാല ജീവിതം നല്ല നിലക്ക്, ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത അള്ളാഹു വല തൻസ നസീബക്ക മിന ദുനിയാവിലെ നിന്റെ ഓഹരി ഒന്നും നീ മറന്നു കളയണ്ട. അതിന്റെ അർത്ഥം എന്താണ്? നീ ദുനിയാവ് നല്ല ഭക്ഷണം കഴിച്ചോ, നല്ല വസ്ത്രം ധരിച്ചോ, നീ യഥേഷ്ടം ടൂറ് പോയിക്കോ, ഇതിനൊന്നിനും തടസ്സം പറയുന്നില്ല. വല തൻസ നസീബക്ക മിന ദുനിയാവിലെ നസീബൊന്നും നിനക്ക് ഞാൻ തന്നതൊന്നും നീ വലിച്ചെറിയണ്ട. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിനോടുള്ള കടമകളൊക്കെ നിറവേറ്റിക്കൊണ്ട് നിനക്ക് ഞാൻ തന്ന മക്കളെ കൊണ്ട് അത് സ്വർഗം സമ്പാദിച്ചോണം, തന്ന ഇണയെ കൊണ്ട്, തന്ന സൗഭാഗ്യങ്ങളെല്ലാം കൊണ്ട് വരാനിരിക്കുന്ന ഒരു ലോകത്തെ പ്രതീക്ഷിച്ച് ജീവിക്കണം. ഇങ്ങനെ ഖുർആൻ അങ്ങനെയല്ലേ അവരുടെ കർമ്മങ്ങൾ കണ്ടാൽ അറിയാം വരാനിരിക്കുന്ന ഒരു ലോകത്തെ അവർ പ്രതീക്ഷിക്കുന്നു. ഈ നിലവാരത്തിലൊരു നല്ല ജീവിതം നമ്മുടെ കൂട്ടായ്മ അതിനുതകുന്നതായിരിക്കണം. നമ്മളിങ്ങനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ, ഇനി ദുബായിലുള്ളവരും കുവൈറ്റിലുള്ളവരെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും ഒരേ സമയത്ത് ഒരേ വികാരത്തിൽ ഒരേ മനസ്സോടുകൂടി ഇരിക്കുന്ന ഈ നല്ല സദസ്സ് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മള് ഈ ഇരുത്തം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് ഇങ്ങനെ ദീനിയായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നും കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചാൽ മെച്ചപ്പെട്ട ഇഹലോക ജീവിതം ഈ ദുനിയാവിൽ അള്ളാഹു തരും. ഉത്തമമായ പരലോക ജീവിതവും അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മെച്ചപ്പെട്ട ഇഹലോക ജീവിതം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് സംവിധാനങ്ങളല്ല, തന്നിരിക്കുന്ന വിഭവങ്ങളിൽ ആസ്വാദ്യതയുണ്ടാകും, തന്ന മക്കളിൽ നിന്ന് കൺകുളിർമയുണ്ടാകും, തന്ന ഇണയിൽ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ജീവിതത്തെ എൻജോയ്മെന്റ് ഉണ്ടാകും. ഈ ദുനിയാവിലെ ജീവിതം മെച്ചപ്പെട്ട ഇഹലോക ജീവിതം നല്ല ആഫിയത്തുണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും, തന്നിരിക്കുന്ന വിഭവങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള എല്ലാം തന്നിട്ടുണ്ട്, ആസ്വാദ്യതയില്ല, ടെൻഷൻ ആണെങ്കിൽ പോയില്ലേ പരിപാടി. അപ്പോൾ ദീനനുസരിച്ച് ജീവിച്ചാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം, മെച്ചപ്പെട്ട ഇഹലോക ജീവിതം ഞാൻ നൽകാം, ഉത്തമമായ പരലോക ജീവിതവും നൽകാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെക്കണം. വീഴ്ചകൾ സംഭവിച്ചു പോയാൽ, എപ്പോഴാണോ എന്താണോ വീഴ്ച മനുഷ്യനാണ് സംഭവിച്ചു പോകാം, വർത്തമാനത്തില്, ചിന്തകളില്, പ്രവർത്തനങ്ങളിലൊക്കെ വീഴ്ച വന്നാൽ ഉടനെ തന്നെ റെക്ടിഫൈ ചെയ്യണം. ഉടനെ തന്നെ അള്ളാഹുവിനൊക്കെ ഇതിനുള്ള വഴികളെല്ലാം ഉണ്ട്. അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള, എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ജീവിതത്തിന്റെ ഒരു ദിവസം അവസാനിച്ചു കഴിയുമ്പോൾ നന്നായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നൊരു സ്വഭാവവും നമുക്കുണ്ടാകണം. ഞാൻ നോമ്പിന്റെ ആ സമയത്ത് ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഗ്ഫാറിന്റെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. 40 വർഷത്തെ പാപം 40 സെക്കൻഡ് കൊണ്ട് പൊറുക്കുന്ന അള്ളാഹുവാണ് നമുക്കുള്ളത്. നിങ്ങൾക്കെല്ലാം ആ സംഭവം നന്നായിട്ട് അറിയാം. എന്റെ വിഷയം ഇന്ന് നമസ്കാരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ ഒരു ഉംറയ്ക്ക് പോകുമ്പോഴോ അല്ലെ ഒരു ഹജ്ജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു റമദാൻ വരുമ്പോഴോ പശ്ചാത്തപിച്ച് മടങ്ങാം എന്ന ഒരു നിലവാരത്തിലോട്ട് നമ്മൾ പോകരുത്. സംഭവിച്ചു പോകുന്നത് അപ്പോഴപ്പോഴപ്പോഴും തന്നെ നമ്മളെ വീടും പരിസരവും നമ്മുടെ വസ്ത്രമൊക്കെ അഴുക്കായാൽ അപ്പോഴപ്പോഴാണ് കഴുകി വൃത്തിയാക്കുന്നത്. പാത്രമൊക്കെ കഴുകിയാൽ 2 ദിവസം കഴിയട്ടെ, അടുത്ത ആഴ്ച കഴുകാം അല്ലെങ്കിൽ നാളെ കഴുകാം എന്നല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഉടനെ തന്നെ പാത്രത്തിൽ ചളി പറ്റിയാൽ ഉടനെ തന്നെ നമ്മൾ വൃത്തിയാക്കുന്നു. നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നമ്മൾ വേഗം ക്ലീൻ ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ആത്മാവിന്റെ പരിസരത്ത് അഴുക്ക് പറ്റിയാൽ അത് വേഗം, നമ്മളിൽ തെറ്റ് സംഭവിച്ചു പോയാൽ എത്രയും വേഗം അതിങ്ങനെ കൂടി 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 കിടന്നാൽ നമ്മൾ ദുആയ്ക്ക് ഉത്തരമില്ലാത്തവരായി തീരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാം കാര്യം 2-ാമത്തേതിലെ നമസ്കാരമാണ് ചർച്ച ചെയ്തത്. നമസ്കാരത്തെ കുറിച്ച് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്ത് വിഷയം വന്നാലും നമസ്കരിച്ച് ദുആ ചെയ്യുന്നവരാകണം. ജീവിതത്തിൽ സന്തോഷം വന്നാൽ നമ്മളൊരാവശ്യം അള്ളാഹുവിനോട് കരഞ്ഞ് ആവേശിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം വരുമ്പോൾ ശുക്രിന്റെ സുജൂദിലൂടെ നന്ദി പ്രകാശനം ചെയ്യേണ്ടത് നമസ്കാരത്തിലൂടെയാണ്. ഇനിയൊരു ബുദ്ധിമുട്ട്, പ്രയാസം, ആപത്ത്, മുസീബത്ത്, കഷ്ടപ്പാട്, വേദന, യാതന, അങ്ങനെ ദുരന്ത വർഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അപ്പോഴും നമസ്കരിച്ചു കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് സബറോടുകൂടി ക്ഷമയോടുകൂടി ആവശ്യം ചോദിക്കുന്നവരാണ്. വസ്തഈനു ബിസ്സബരി വസ്സലാ, ക്ഷമിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടാനാണ് അള്ളാഹു ഖുർആൻ പറഞ്ഞ ആ ആയത്ത് അവസാനിക്കുന്നത് വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്നാണ്. നിശ്ചയമായും നമസ്കാരം അള്ളാഹുവിനെ കുറിച്ച് ഭക്തി ഇല്ലാത്തവർക്ക്,
അള്ളാഹുവിനോടുള്ള ഭക്തി ഇല്ലാത്തവർക്ക് വലിയ ഭാരമാണ്, വല്ലാത്ത പ്രയാസമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശഈൻ. അള്ളാഹുവിനെ കുറിച്ച് ഭയഭക്തി ഇല്ല, അള്ളാഹുവിനോട് ഭക്തി പുലർത്തി ജീവിക്കാത്തവർക്ക് നമസ്കാരം വലിയ ഭാരമാണ്. പ്രത്യേകിച്ചും മുനാഫിക്കീങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അവർക്ക് ഇശാ നമസ്കാരവും സുബഹി നമസ്കാരം വലിയ ഭാരമാണെന്നാണ്. നമ്മളിൽ ആർക്കെങ്കിലും ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ജനങ്ങളുടെ മുമ്പിൽ മൂമിനീങ്ങളും മുത്തക്കീങ്ങളും എൻജെമിന്റെ ആൾക്കാരും മുജാഹിദ് കുടുംബത്തിലും ഒക്കെ ആണെങ്കിലും ശരി, നമുക്ക് സുബഹി നമസ്കരിക്കാൻ എണീക്കാൻ നേരത്തെ ഒരു ഭാരം തോന്നുന്നു, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഇശാ നമസ്കാരം ഇങ്ങനെ കളി തമാശ ചിരി കറങ്ങലെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിസ്കരിച്ചില്ലല്ലോ എന്നുള്ള ഒരു മടി പിടിച്ച ഒരു ഭാരത്തോടെ നിസ്കരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മൾ മുനാഫിക്കിന്റെ കാറ്റഗറിയിൽ കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ പുതുതായിട്ട് ക്ലാസ്സിൽ ആഡായവരൊക്കെ പറഞ്ഞു നിസ്കാരത്തിൽ തെക്കുവാ ബോധം കിട്ടുന്നില്ല, നമസ്കാരത്തിന്റെ ടീച്ചർ പറഞ്ഞ ആ കഥ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് കേട്ടിട്ടുള്ളവർ, ക്ലാസ്സിന് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് ആവർത്തന വിരസത തോന്നരുത്. ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്. നമസ്കാരത്തിന്റെ കാറ്റഗറി 5 നമസ്കരിക്കുന്നവർ ഈ ദുനിയാവിൽ മൊത്തത്തിൽ നമസ്കരിക്കുന്നവരെ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു, 5 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി, ഇതിൽ ഏതിലാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി. ഒന്നാമത്തെ കാറ്റഗറി, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടാവത്തില്ല, അങ്ങനെ ചിരിച്ചും കളിച്ചിട്ടും അടുക്കളയിൽ പണിയെടുത്തിട്ടും സൊറ പറഞ്ഞും അങ്ങനെ കുറേ സമയം ഇങ്ങനെ പാഴാക്കി കളഞ്ഞിട്ട് നിസ്കരിക്കാൻ സമയമായല്ലോ, പഠിച്ചവനെ നിസ്കരിച്ചില്ലല്ലോ, 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആണ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അസർ ബാങ്കിന് സമയമായി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഒരു ഓടിച്ചിട്ടുള്ള ഒരു ഒലുവുണ്ടാക്കുമ്പോൾ തന്നെ ഒരു ഭക്തി ഇല്ലാത്തൊരു ഒലുവൊക്കെ എടുത്തിട്ട് ചെടപെട പപ്പടാന്ന് ഒരു 4 റക്അത്ത് നിസ്കരിക്കുന്നു. ളുഹർ അസറാണെങ്കിൽ അങ്ങനെ മഗ്‌രിബ് 3 റക്അത്ത് നിസ്കരിച്ചു. പക്ഷെ ഈ നമസ്കാരത്തിൽ അവരെന്താണ് ചെയ്തതെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ല. ഒലുവെടുത്ത് എന്തിനാണ്, ഒരു ചടങ്ങ് പോലെ, കൊച്ചിലെ ശീലിച്ച ഒരു ശീലം പോലെ ഒലുവുണ്ടാക്കി നിസ്കരിച്ചു, അങ്ങനെ അങ്ങ് പോയി. ഈ നമസ്കാരത്തെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്ന ഈ നമസ്കാരത്തിന് അവർക്ക് പരലോകത്ത് യാതൊരു കൂലി ഉണ്ടാകത്തില്ല, പ്രകാശമോ പ്രമാണമോ രക്ഷാമാർഗമോ ആവുകയില്ല. അവരിലേക്ക് തന്നെ അത് റിട്ടേൺ വരും. ആ നമസ്കാരം അവരിലേക്ക് റിട്ടേൺ വരുമെന്ന് ഈ നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ നമസ്കാരം അവർക്ക് യാതൊരു രക്ഷാമാർഗമാവുകയില്ല, പ്രകാശമോ പ്രമാണമോ ആകെയില്ലാതെ തിരികെ അവരിലേക്ക് തന്നെ മടക്കപ്പെടുമെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാറ്റഗറി അതാണ്. നമ്മൾ അതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് അതിലില്ല, വല്ലപ്പോഴും എങ്കിലും അതിലുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അങ്ങനെ ആകത്തില്ല ഞാൻ അന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാല് അവര് ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നമസ്കരിക്കും, ബാങ്ക് കാത്തിരിക്കും, കൃത്യമായിട്ട് നിസ്കരിക്കും, ഒന്നുമൊക്കെ ഉണ്ടാക്കും, നിസ്കാര കുപ്പായം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല നീറ്റും ക്ലീനും ഒക്കെ ആയിരിക്കും, നമസ്കാരത്തിൽ ഓതുന്ന വരികളും വചനങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും, കൃത്യമായിട്ട് ആ ബാങ്ക് വിളിക്കുന്ന ഉടനെ തന്നെ നമസ്കരിക്കും. പക്ഷെ നിസ്കരിച്ചു കഴിഞ്ഞാല് നിസ്കാരത്തിലൂടെ എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം അതിന്റെ ശർഈയായ മസ്അലകളൊക്കെ റുക്കൂഉം സുജൂദൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, അത് ഓരോക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു ഭക്തി ഉണ്ടാവത്തില്ല ഹൃദയത്തിൽ ഉണ്ടാവത്തില്ല. ഭക്തി അവരെ തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. പക്ഷെ ചെല്ലിയതും എല്ലാം കറക്റ്റ് ആണ്, നമസ്കാരത്തിന്റെ കറക്റ്റ് സമയം എല്ലാം ഫോളോ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റം, ഒരു ആസ്വാദ്യത, ഒരു വല്ലാത്തൊരു നിർവൃതി ഇതുണ്ടായിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇവരെ പറ്റി പറയുന്നു ഈ നമസ്കാരം അവരിലേക്ക് തിരിച്ചറിയപ്പെടത്തില്ല, തീരെ നമസ്കരിക്കാതിരുന്നതിന്റെ ശിക്ഷ അവർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ നമസ്കരിച്ചുകൊണ്ടുള്ള ആ 100% പ്രതിഫലത്തിന് ഇവർ അർഹരാകുന്നില്ല. ശിക്ഷയെ ആ നമസ്കാരം തിരിച്ച് അവരിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുകയില്ല. കാരണം അവര് കറക്റ്റായിട്ട് ബാങ്ക് വിളിച്ചു ഉടനെ ഓടി വന്നു, നിസ്കരിച്ചു, നിസ്കാരത്തിൽ ഓതാൻ പറഞ്ഞൊക്കെ കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിനെ അതൊന്നും സ്വാധീനിച്ചിട്ടില്ല, ഭക്തി തീണ്ടിയിട്ടില്ല എന്ന കാരണത്താൽ ആ നമസ്കാരം കൊണ്ട് അവർക്ക് പ്രതിഫലം ഒന്നും തന്നെ ഇല്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറിയെ പറ്റി പറയുകയാണ്. അവർ നമസ്കാരത്തിന്റെ സമയമായാൽ
നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന് ഓരോരുത്തരും, നീ ഏത് കാറ്റഗറിയിലാണെന്ന് ഞാൻ അസീനയോട് ചോദിക്കേണ്ട, അസീന നസീറായോട് ചോദിക്കേണ്ട, അവരവര് ഇതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് ഓർത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയാൽ മതി. മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? അവർ ബാങ്ക് വിളിച്ചാല് കൃത്യമായിട്ട് ഒളിവെടുക്കാൻ തുടങ്ങുമ്പം തൊട്ടേ മനസ്സിൽ ഭക്തി നിറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കാൻ പോവുകയാണ്. ഹയ്യ അലസ്സലാ, നല്ലാണ് എന്നെ വിളിച്ചത്, നിസ്കരിക്കാൻ വരീൻ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിന്റെ വഴിയിലേക്ക് വരൂന്ന് എന്റെ രക്ഷിതാവ് എന്നെ വിളിച്ചിരിക്കുക. എനിക്ക് വിജയിക്കണം, എനിക്ക് നന്നായി നമസ്കരിക്കണം. നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ട് അവർ ഒളിവെടുക്കുമ്പോൾ തന്നെ ഓരോ ഓരോ അവയവവും സത്യസാക്ഷ്യ കെലിമ ചൊല്ലി സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒളിവെടുത്ത് ഒളിവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി അള്ളാഹുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ബഹുമാന ആദരവോടുകൂടി തന്നെ നമസ്കാര സ്ഥലത്ത് വന്ന് നിൽക്കും. നമസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി, റബ്ബേ ഞാൻ ഖുർആൻ ക്ലാസ്സിൽ കേട്ടതാണ്, ഭക്തിയോടെ നിസ്കരിക്കണം, മൗലവിയുടെ ക്ലാസ്സിൽ കേട്ടാണ്, ജുമാ ഖുതുബയിൽ കേട്ടതാണ്, ഇങ്ങനെ നേടിയ അറിവുകളെല്ലാം കൂടി കൂട്ടി വെച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി തഖ്വയോടെ ഭക്തിയോടെ നിസ്കരിക്കാൻ വേണ്ടി ആ കൈ കെട്ടി ഒന്നാമത്തെ റക്അത്ത് വജ്ഹത്ത് പെർഫെക്റ്റ് ആയിട്ട് ഓതി, ഫാത്തിഹ അർത്ഥം ചിന്തിച്ചോതി, ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ചെറിയ സൂറത്ത് നല്ല ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ടൊക്കെ ഓതി, റുക്കൂ ആദരവോടെ ഭക്തിയോടുകൂടി തന്നെ റുക്കൂ ചെയ്ത് ഒന്നാമത്തെ റക്അത്തില് ഒരു വിധത്തിലും ദുന്യവിയായ ചിന്തകളൊന്നും കടന്നു വരാതെ ഒരു റക്അത്ത് പൂർത്തിയാക്കി. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹ വരെ ഓതിയപ്പോൾ തഖ്വ ബോധം ഉണ്ടായിരുന്നു. ഫാത്തിഹ ഓതി വലല്ലാഹീൻ ആമീൻ പറഞ്ഞപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ആരായിരിക്കും പഠിച്ചോനെ? പുതിയാപ്പിള ആയിരിക്കുവോ അതോ മോളായിരിക്കുവോ? ചിന്ത അങ്ങോട്ട് പോയി. അത് ഗ്യാസിൽ ഇനി പിന്നെ ഫ്ലെയിം സിമ്മിലാണോ ഇട്ടിരിക്കുന്നത്? മീൻ വറുക്കാൻ ലുഹറസ്കരിക്കാനാണെങ്കിൽ മീൻ വറുക്കാൻ വല്ല ഹൈ ഫ്ലെയിമിലാണോ ഇട്ടിരിക്കുന്നത് അതോ ലോ ഫ്ലെയിമിലാണോ? മറന്നു വെച്ച താക്കോലിനെ കുറിച്ചുള്ള ഓർമ്മ രണ്ടാമത്തെ റക്അത്തായപ്പോ ഓർമ്മ വന്ന്. അങ്ങനെ കുറച്ച് സമയം ശ്രദ്ധ നിസ്കരിക്കുന്നുണ്ട്, അതിന്റെ ഇടക്ക് റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു പോയത് ഈ ഈ ദുന്യവിയായ ചിന്തകളിലൂടെ. എന്നാൽ അത്യാവശ്യം ഓതുകയും ദിക്ർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സ് പല മേഖലയിലോട്ട് വ്യാപിച്ചു. അപ്പോഴാണ് അത്തഹിയാത്തിലിരുന്ന് രണ്ടാമത്തെ റക്അത്തിന്, പഠിച്ചവനെ ഞാൻ നിസ്കരിക്കുമായിരുന്നല്ലോ റബ്ബേ, അള്ളാഹുവേ ഞാൻ ഒന്നാമത്തെ റക്അത്തിന് നല്ല തെക്കുവേട് നിസ്കരിച്ച് രണ്ടാമത്തെ റക്അത്തായപ്പോ എന്റെ മനസ്സുകൊണ്ട് തന്നെ ഒരു കുറ്റബോധം. മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ കഴിവിന്റെ പരമാവധി വീണ്ടും നിയ്യത്ത് പുതുക്കി അള്ളാഹുടെ മുമ്പിലാണ്. പഠിച്ചവനെ ഫാത്തിഹയൊക്കെ ഓതിയപ്പോ മാലിക് യൗമിദ്ദീനൊക്കെ ആ ഖുർആൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലൊക്കെ ഓർത്തിട്ടും എല്ലാം മൂന്നാമത്തെ റക്അത്തിന്റെ പരമാവധി തഖ്വയിലായി. പക്ഷെ നാലാമത്തേൽ വന്നപ്പോ വീണ്ടും ആരോ വിളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ വീഴുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തകൾ, മറന്നുപോയി എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ദുന്യവിയായ കാര്യങ്ങളുടെ ചിന്ത വന്നു. നാലാമത്തെ റക്അത്തിലെ നൃത്തവും റുക്കൂ വരെയും ശ്രദ്ധ പോയി. പക്ഷെ പെട്ടെന്ന് വീണ്ടും ഞാൻ നിസ്കാരത്തിലാണ് എന്ന ബോധം വന്നപ്പോ വീണ്ടും സുജൂദിൽ വന്നപ്പം തഖ്വ കാണിച്ച് അത്തഹിയാത്ത് പരിപൂർണമായിട്ടും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെ അത്തഹിയാത്ത് അല്ലാഹു മുഗ്ഫിർ ലിമാ ഖദ്ദംത, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, കുറ്റബോധത്തോടെ അത്തഹിയാത്തൊക്കെ ഓതി ഒരുവിധം എല്ലാം എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് സലാം വീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നമസ്കാരക്കാർക്ക് 2 പ്രതിഫലം അള്ളാഹുവിൽ നിന്നുണ്ട്. ഇത്തരം നമസ്കാരക്കാർക്ക് ഇങ്ങനെ നിസ്കരിക്കുന്ന, കാരണം സൂക്ഷ്മത പാലിച്ച് നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ ഷെയ്ത്താനും ദേഹേച്ഛയും പല ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട്, പലവിധ ചിന്തകള്, മറന്നുപോയ കാര്യങ്ങൾ, അത് അങ്ങനെ പോയാലും അടുത്ത നിമിഷം വീണ്ടും അള്ളാഹുവിലേക്ക് ഓടി വരുന്നുണ്ട്. തെറ്റാണ് പഠിച്ചവനെ, ഞാൻ അള്ളാഹുവിൽ നിന്നും മാറിപ്പോയി എന്ന് ഓർത്തിട്ട് ഈ ദുനിയാവിയായ ചിന്ത എന്നിലേക്ക് വന്നു. അങ്ങനെ പടപൊരുതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നമസ്കാരക്കാർക്ക് 2 പ്രതിഫലം. ഒന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം, 2 അവരൊരു ജിഹാദിൽ, അവർ ഫൈറ്റിങ്ങിലായിരുന്നു. ഷെയ്ത്താൻ അവരെ നിസ്കാരത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഷെയ്ത്താനുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു അവര്. ദേഹേച്ഛയും ഷെയ്ത്താൻ അവരെ പിടികൂടി അതിനോടുള്ള യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഒരു റക്അത്തിന്റെ ഇടയ്ക്ക് ശ്രദ്ധ പോലെ അടുത്ത റക്അത്തിലേക്ക് കുറ്റബോധത്തോടെ വീണ്ടും തഖ്വയിലേക്ക് വരുന്നു, വീണ്ടും വിട്ടുപോകുന്നു, വീണ്ടും അള്ളാഹുവിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. ഇത് ആ ഒരു യുദ്ധക്കളരിയിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ കൂട്ടർക്ക് 2 പ്രതിഫലം. ഒന്ന് നിസ്കരിച്ചതിന്റെ കൂലി, 2 ഒരു ജിഹാദിന്റെ കൂലിയാണ്. ഒരു ജിഹാദിന്റെ കൂലിയും കൂടി അള്ളാഹു അവർക്ക് കൊടുക്കും. പക്ഷെ നമസ്കാരത്തിന്റെ 100% പ്രതിഫലം ഈ കൂട്ടർക്കില്ല. കണ്ടോ, 2 പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഉണ്ട്, 2 ഒരു ജിഹാദിന്റെ കൂലിയുണ്ട്. പക്ഷേ അവർക്ക് നമസ്കരിച്ചതിന്റെ 100% പ്രതിഫലം ഇല്ല എന്ന് ആണ് പറഞ്ഞത് ഈ കൂട്ടരെ പറ്റി. സഹോദരിമാരെ ഒന്ന് ആലോചിക്കുക. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇനി കാറ്റഗറി 4 എന്ന് പറയുന്നത്
സൂറത്ത് ഫുർഖാനിൽ പറഞ്ഞ ഇബാദുർ റഹ്മാൻ, സൂറത്ത് ഫുർഖാന്റെ അവസാനം അള്ളാഹു പറഞ്ഞ പോലെ ഉള്ള വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ അവരുടെ നമസ്കാരത്തിൽ നിൽക്കുന്ന നൃത്തവും ഖിയാമിൽ നിൽക്കുന്നത്, റുക്കൂഇൽ നിൽക്കുന്നത്, സുജൂദിൽ നിൽക്കുന്നതെല്ലാം വളരെ ആദരവോടുകൂടിയാണ്. അവരുടെ ശ്രദ്ധ വേറൊരു ഭാഗത്തേക്കും പോത്തില്ല. രക്ഷിതാവെ, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അള്ളാഹു ആ ആദരവോടെ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കൂയിൽ അള്ളാഹുവിന്റെ രാജധാനിയുടെ അള്ളാഹിന്റെ ആ ദർബാറിന്റെ മുമ്പിൽ, ആ രാജാവിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ആദരവോടെ കുനിഞ്ഞു നിൽക്കുകയും സമി അള്ളാഹു ലിമൻ ഹമിദ പറയുമ്പോൾ, അള്ളാഹുവെ, ഞാൻ റുക്കൂയിൽ നിന്നെ പുകഴ്ത്തിയത്, വാഴ്ത്തിയത്, തസ്ബീഹ് ചെയ്തത് സമി അള്ളാഹ് നീ കേട്ടു, റബ്ബെ ലിമൻ ഹമിദ സ്തുതിച്ചവന്റെ സ്തുതി നീ കേട്ടു എന്നുള്ള ആദരവോടെ ആ സമി അള്ളാഹ് അതും പൂർത്തിയാക്കി സുജൂദിൽ അങ്ങേയറ്റം ഭക്തിയോടുകൂടി 4 റക്അത്ത് നിസ്കാരത്തിൽ ഒരു സെക്കൻഡ് ഒരു വേസ്റ്റ് ആക്കിയില്ല. ഈ നമസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ചൂസൺ പീപ്പിൾ, സെലക്ടഡ് അടിമകളാണ് അവര്, അള്ളാഹിന്റെ പ്രത്യേകക്കാരാണ് അവർ, അവർക്ക് 100% പ്രതിഫലം ഈ നമസ്കാരത്തിൽ ഉണ്ടെന്നാ പറഞ്ഞു. 4ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി പറഞ്ഞു അവർക്ക് 2 പ്രതിഫലം ഉണ്ട്. ഒന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം, ഒന്നൊരു ജിഹാദിന്റെ കൂലി. 100% കൂലി അവർക്കില്ല. പക്ഷെ 4ാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് 100% പ്രതിഫലം ഉണ്ടെന്ന്. സഹോദരിമാരെ, ഇനി 5ാമതൊരു വിഭാഗമുണ്ട്. പടച്ചവനെ, എനിക്ക് പറയാൻ പോലും പേടി. കാരണം അവര് നിസ്കാരത്തിനായിട്ട് നിന്നാല് അവരുടെ ഹൃദയം മൂരി അള്ളാഹുലേക്ക് അങ്ങോട്ട് കൊടുക്കുമെന്നാ പറഞ്ഞ. അവർ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭൗതികമായി എല്ലാം മറക്കും. നമ്മുടെ നബി, സഹാബാക്കള്, ശുഹദാക്കള്, സ്വാമിനൻ നബിയീന വസിദ്ദീഖീന വശുഹദായ വഹസന ഉലൈക റഫീഖ എന്ന് പറഞ്ഞ് ആ ഗണത്തിൽപ്പെട്ട എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും ആ നിലവാരത്തിലെ നിസ്കാരമായിരുന്നു. അവർ നമസ്കാരത്തിനായിട്ട് നിന്നാൽ അവരുടെ ഹൃദയം അള്ളാഹുലേക്ക് മുട്ടി ഏൽപ്പിക്കും. പിന്നെ ഭൗതികമായി ഒന്നും നടക്കുന്നത് അവരറിയുകയില്ല. അവരൊന്നും നടക്കും. സഹോദരിമാരെ, നബിമാരിനെ കണ്ട സഹാബ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആ മഹാൻ, അദ്ദേഹത്തിന് ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കണോന്ന് പിന്നെ വൈദ്യന്മാര് പറഞ്ഞപ്പോ, കാല് മുറിച്ചു കളയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ബോധക്കേട് വരാൻ വേണ്ടി, ഓർമ്മശക്തി ഇന്നത്തെ പോലെ അനസ്തേഷ്യ മരുന്നും കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിലില്ലായിരുന്നു. അല്പം മദ്യം, ഇങ്ങനത്തെ അനിവാര്യ ഘട്ടങ്ങളിൽ കുടിക്കൽ അനുവദനീയമാണ്. താങ്കൾ ഒരു അല്പം മദ്യം കഴിച്ച് താങ്കളുടെ ബോധം കെട്ട് ആ സമയത്ത് ഞങ്ങൾക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യാനാണെന്ന്, മുറിക്കാനാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, നിങ്ങൾ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? അള്ളാഹു നിരോധിച്ച മദ്യം ഞാൻ കഴിക്കാനോ? അങ്ങനെ പറഞ്ഞ, അല്ല മഹാനവറുകളെ, ഇത് അനുവദനീയമാണ്, ഈ സമയത്ത് അത് അനുവദനീയമാണ്, നിങ്ങൾക്ക് അല്പം കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം ഒരിക്കലും നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്റെ ഓർമ്മ, ഈ ഭൗതികമായ ഓർമ്മ പോണോന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോ എനിക്ക് ഇഹലോകത്തിന്റെ യാതൊരു കാര്യത്തെക്കുറിച്ചും ചിന്ത വരത്തില്ല. ആ സമയം നിങ്ങൾ കൃത്യം ചെയ്തോ, ഞാൻ അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കാനായി കൈകെട്ടുന്നു. അദ്ദേഹം നമസ്കരിക്കുന്നു. 4 റക്അത്ത് അദ്ദേഹം നമസ്കരിക്കുന്ന നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ ഏർപ്പെടുന്നത്. ഇതാണ് 5ാമത്തെ കാറ്റഗറി. അവർ നമസ്കാരത്തിനായിട്ട് നിന്നാൽ അവരുടെ ഹൃദയം മൂരി അള്ളാഹുവിനെ ഫുൾ ടൈം അവർ അള്ളാഹുമായിട്ട് വല്ലാത്തൊരു അസ്സലാത്തുൽ മെഹറാജുൽ മോമിനീൻ, മോമിനീങ്ങളുടെ മെഹറാജാണ് നമസ്കാരം എന്ന നബിവചനത്തെ സ്വായത്തമാക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാർ. സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോടും ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നമസ്കാരം ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? നമ്പർ 1 ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും നമ്മൾ കുറച്ച് നാളായില്ലേ ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് കാറ്റഗറിയിൽ ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെക്കൻഡ് കാറ്റഗറിയിലും ആരും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു പ്രതിഫലവും ഇല്ലാതെ നമ്മൾ വെറുതെ പാഴ്വേല ചെയ്തതുപോലെ. 3ാമത്തെ കാറ്റഗറിയിൽ നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ച് തെക്കുവ ഉണ്ട്, കുറച്ച് വിസ്തൃതി വരും, വീണ്ടും വരുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളുണ്ടെങ്കിൽ, കഴിവിന്റെ പരമാവധി, ഇനി റമദാനിങ് അടുക്കുകയാണ്. റജബ്, ഷഅബാനും റമദാനും പിന്നെ ഒക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 4ാമത്തെ കാറ്റഗറിയിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാം. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒരു പരിശീലന കളരിയിൽ നമ്മളായാല് വരാനിരിക്കുന്ന റമദാനിൽ ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് നല്ല ആസ്വാദ്യത ഉണ്ടാകും. അപ്പൊ അതിനെന്താണ് വഴി എന്ന് നമ്മൾ
നമ്മൾ അന്വേഷിക്കണം. എങ്ങനെ അതിലേക്ക് എത്തപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ മുൻഗാമികൾ ഹാത്തമുൽ അസ്സമ, സുഫിയാൻ തൗരി, ഇവരെല്ലാം ശിഷ്യന്മാരോട് നമസ്കാരത്തിന്റെ ഭക്തിയെ പറ്റി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. അവരൊന്നും ഉണ്ടാക്കുമ്പോൾ വളരെ ഭക്തിയോടുകൂടി അള്ളാഹു എന്ന മഹാസാന്നിധ്യത്തിലേക്ക്, മഹാസന്നിധിയിലേക്ക് പോയി നിൽക്കാനുള്ള സമയമായി എന്ന ആദരവോടുകൂടി അവർ നമസ്കരിക്കാനുള്ള ഒളിവെടുക്കും. ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഒരു പ്രാർത്ഥന ചൊല്ലി നമസ്കാര സ്ഥലത്ത് വന്ന് നിൽക്കുന്ന അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ എന്തായാലും അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കേണ്ടവരല്ലേ സഹോദരിമാരെ? നമ്മൾ എല്ലാവരും അനന്തവിശാലമായ ഒരു ലോകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സത്യം നമ്മൾ അറിയുന്നില്ല. പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ഏകയാത്രയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയിലോട്ട് പിന്നെ നമ്മൾ യാത്രയില്ല. നമ്മളിപ്പോ ഓരോ സ്ഥലത്തേക്ക് ടൂറ് പോകും, പല പല സ്ഥലത്ത് കയറ്റം ഇറക്കം, വിശേഷമായ പാറപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്തൊക്കെ നമ്മൾ യാത്ര, പിന്നെ നമ്മൾ ആ വഴിയിലോട്ട് പിന്നെ നമ്മൾ യാത്രയില്ല. അതുകൊണ്ട് പരമാവധി അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്ത പറയുന്ന സ്ഥലമൊക്കെ സമയത്ത് നമ്മൾ അതിന്റെ പുറത്തൊക്കെ ഇരുന്ന് നമസ്കരിക്കുകയും ദിക്ർ ചെയ്യുകയും നമുക്കറിയാവുന്ന നല്ല നല്ല ആയാത്തുകളൊക്കെ ഓതി നമ്മുടെ യാത്രയെ സന്തുഷ്ടമാക്കണം. അപ്പൊ നമ്മളെല്ലാവരും അനന്തവിശാലമായ ഒരു ലോകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയ്ക്കൊടുവിൽ നമ്മൾ അള്ളാഹുവിനെ നേരിട്ട് കണ്ടുമുട്ടും. സഹോദരിമാരെ, എന്റെ കോഴിക്കോടുള്ള മലപ്പുറത്തുള്ള 2-3 സുഹൃത്തുക്കൾ വല്ലാതെ സങ്കടം പറഞ്ഞു. ഞാനതിപ്പോ ഈ ക്ലാസ്സിൽ പറയുന്നത് ഔചിത്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം അതിൽ 2 പേരും മരണപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ച്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിഷമം, ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരുടെയും 2 ആൾക്കാർ മരിച്ചുപോയി. അതിന്റെ ഒരു സങ്കടം ഒരു പ്രതിഷേധ രൂപത്തിലാണ് എനിക്ക് ഫോണിൽ കേൾക്കാനായത്. എന്നിട്ടോ ആ സഹോദരിമാർക്ക് ഇപ്പൊ ചില്ലറ അസുഖങ്ങൾ വന്നിട്ട് അവർക്ക് പിന്നെ പടച്ചവനുമായിട്ടൊരു പിണക്കം പോലെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ്. എന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുടെ കസിൻ പറഞ്ഞാണ്, ഒരു അള്ളാഹുവിന്റെ വിധിപ്രകാരം നിശ്ചയപ്രകാരം ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക, പറയുകയാണ് മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. സുഖത്തിൽ അള്ളാഹുവിന് ഹംദ് അർപ്പിക്കുന്നുണ്ടോ? ദുരിതം വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുന്നുണ്ടോ? ഇതാണ് പരീക്ഷണം. സുഖത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനോടുള്ള നമ്മുടെ ഡീലിംഗ് പ്രധാന വിഷയമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ മുഴുക്ക എല്ലാ ദിവസവും ഓതാൻ പറഞ്ഞത് നമ്മളെ നല്ലവരാകാനാണ്. അള്ളാഹുവിന്റെ പരീക്ഷ എന്താണ്? ജീവിതവും മരണവും സെറ്റ് ചെയ്ത് വരും. ആരാണ് അയ്യക്കും അഹ്സനു അമല, അഹ്സനായ അമൽ ആരാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് മുസീബത്ത് വന്നാൽ ഞാനിപ്പോ മരിച്ചു പോകും എന്നാരും ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. എനിക്ക് ഇന്നലെ വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞത് ഇങ്ങനെ കേട്ടിരുന്നേ ഉള്ളൂ. അങ്ങനെ മരണത്തിന് ഞാൻ എന്റെ ആളെ വിട്ടുകൊടുക്കത്തില്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലാണോ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത്? ഇനി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പറയപ്പെട്ട ഒരു അസുഖവും എനിക്കില്ല. എന്നിരുന്നാൽ തന്നെ നമ്മളിലേക്ക് മരണം വരത്തില്ല എന്ന് ആരും പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര ശക്തമായ ശരീരത്തിലും, ആരോഗ്യപൂർണമായ ശക്തമായ ശരീരത്തിലും മരണം വളരെ ദൂരമല്ല എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്നത്. എത്ര ശക്തമായ ശരീരത്തിലും മരണം ദൂരെയല്ല, വളരെ അടുത്താണ്, വളരെ അടുത്ത് തന്നെയാണ്. മരിക്കാൻ നമുക്ക് എന്താ പേടി? മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? സ്നേഹാനിധിയായ റബ്ബിനെ നമുക്ക് കാണാൻ ഈ മരണം എന്ന പാലം കടന്നു പോയാലല്ലേ സാധിക്കത്തുള്ളൂ. മരണമെന്ന ഈ കടമ്പ കടന്ന് അങ്ങോട്ട് പോയാലല്ലേ സ്നേഹാനിധിയായ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദാന ഭൂമി കാണാൻ പറ്റത്തുള്ളൂ. എത്ര നാളുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിനെ പറ്റി കേൾക്കുന്നു, ജന്നാത്തു അതിനെ പറ്റി കേൾക്കുന്നു, ജന്നത്തുൽ മഅവായെ പറ്റി കേൾക്കുന്നു, ജന്നാത്തുൽ നെഹറിനെ പറ്റി കേൾക്കുന്നു, അത്യുന്നമായ ആലിയ എന്ന സ്വർഗത്തെ പറ്റി കേൾക്കുന്നു. ഫീ ജന്നത്തിൻ ആലിയ ഖുതുഫുഹാ ദാനിയ കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തു ഫിൽ അയ്യാമിൽ ഖാലിയ എന്നുള്ള ആയത്തൊക്കെ കേൾക്കുമ്പോ അവിടെ ഒന്ന് പോയി കാണാൻ നമുക്ക് കൊതിയില്ലേ? ഈ ദുനിയാവിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ കാണാൻ പറ്റുമോ? അപ്പൊ അവിടെയൊക്കെ കാണാൻ പോണെങ്കിൽ നമ്മുടെ കയ്യിൽ വിഭവം ഉണ്ടാകണം. വെറുതെ ഒന്നും കിട്ടത്തില്ല. ഈ ദുനിയാവിൽ ഒരു 5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ടാക്കണേ കുറച്ച് കഷ്ടപ്പാടില്ലേ?
ഒരു 5 സെന്റ് ഭൂമിക്കകത്ത് ഒരു അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു വീട് സ്ഥലമൊക്കെ പണിയണമെങ്കിൽ എത്ര നാളത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തിനൊക്കെ ഓടണം, എന്തൊക്കെ ചെയ്യണം. എങ്കിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിശേഷമായ സ്വർഗം ആർക്കും സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും സങ്കല്പത്തിൽ മെനഞ്ഞെടുക്കാൻ പറ്റാത്ത സ്വർഗം. ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണ്ടേ സഹോദരിമാരെ? അപ്പോ സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എത്ര എത്ര ഹദീസാണ്, സിമ്പിളായ ഹദീസ് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പറ്റി കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു. ആ ഹദീസൊക്കെ ഉൾക്കൊണ്ട് ചേർത്ത് വെച്ച് സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരമെന്ന്, മുഅ്മിനീങ്ങളുടെ പ്രകാശമാണ് നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. നമസ്കാരം മുഅ്മിനിന്റെ പ്രകാശമാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചൊന്ന് ദുആ ചെയ്ത് നോക്കിയേ. വീട്ടാനൊക്കാത്ത കടത്തിന്റെ മുമ്പിൽ വിവാഹം കഴിച്ചേക്കാൻ നിറഞ്ഞു നിൽക്കുന്ന പിള്ളാരിങ്ങനെ നിരന്ന് ഉറങ്ങിക്കിടക്കുന്നത് കാണുമ്പോ ചില ഉമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ട് ഈ മക്കളെ നോക്കിയിട്ട്, മക്കളെ എനിക്കൊരു അള്ളാഹു ഉണ്ട്, 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവായിട്ട് ഹൃദയം, യാ പടച്ചവനെ എന്റെ ഒരു കാര്യം എന്നെ ഒരു നിമിഷത്തേക്ക് ഏൽപ്പിക്കല്ലേ റബ്ബേ, നീ എല്ലാം ഏറ്റെടുത്ത് നടത്തിത്തരണേ എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോ മക്കളെ നോക്കിയിട്ട്, പ്രശ്നങ്ങളുടെ മുമ്പിൽ നോക്കി, അള്ളാഹുവെ എനിക്കൊരു പ്രശ്നമുണ്ടെന്നല്ല, അള്ളാഹുവെ എനിക്കൊരു മകളുണ്ടെന്നല്ല, മകളെ എനിക്കൊരു അള്ളാഹു ഉണ്ട്, അള്ളാഹുവെ പ്രശ്നമേ ദുരിതമേ എനിക്കൊരു അള്ളാഹു ഉണ്ട്. ഡോക്ടറൊക്കെ പലവിധ ടെസ്റ്റിനും അതിനും ഇതിനൊക്കെ പറഞ്ഞ് അതുണ്ടോ, ഈ ഗ്രാഫ് കൂടിയോ, ഇതൊന്ന് അന്വേഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റിന് വിടുമ്പോഴും ഡോൺ വറി, നമ്മൾ ഒരു കാരണത്തിലും വിഷമിക്കണ്ട. ആ ടെസ്റ്റിലേക്ക് നോക്കിയിട്ട് എനിക്കൊരു അള്ളാഹു ഉണ്ട്, ഒരു ഇലയും ഞെട്ടറ്റ് താഴെ വീഴുന്നില്ല, എന്റെ അള്ളാഹു അറിയാതെ സൂറത്ത് അന്നാമിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ വിഷമിക്കല്ലേ. നല്ല രീതിയിൽ ദുആയുടെ ശക്തി അത് 2 റക്അത്ത് നിസ്കരിച്ച് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകണമെങ്കിൽ ഭക്തിയോടുകൂടിയുള്ള നിസ്കാരമാകണം. നമസ്കാരമാകണം. ദുആയുടെ ശക്തി അചഞ്ചലമാണ് ഏത് വിഷയത്തിന്റെ മുമ്പിൽ. കഴിഞ്ഞ ഈ സങ്കടം പറഞ്ഞ സഹോദരിമാര് 3 പേരും എന്റെ ഈ ക്ലാസ്സിലുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരു ആത്മാർത്ഥമായും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏത് പ്രശ്നവും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ്. ആത്മാർത്ഥമായ മനസ്സോടുകൂടി ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. ദുആയുടെ ശക്തി അചഞ്ചലമാണ്. എല്ലാം തീർന്നെന്നും എല്ലാം നഷ്ടമായെന്നും വിചാരിക്കുമ്പോഴും നാം അറിയാതെ നമ്മുടെ ദുആ പുതിയ പോംവഴികളിലേക്ക് നയിക്കും, പുതിയ വഴി ഒരുക്കി തരും. ദുഃഖകരമായ ജീവിത വഴികളിലും കഷ്ടപ്പാട് നിറഞ്ഞ അനുഭവങ്ങളിലും ഒരു വിശ്വാസിക്ക് ദുആയിലൂടെ ശക്തി, ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും. സൂറത്ത് ഫുർഖാൻ അവസാനിക്കുന്നത് എങ്ങനെയാ? റബ്ബി ലൗലാ ദുആഉക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളുടെ റബ്ബ് താങ്കളെ പരിഗണിക്കുമായിരുന്നില്ല. ഇതെപ്പോ പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫില് ജനങ്ങളെല്ലാം നബിയെ കൂട്ടി, നബി വലിയ സങ്കടത്തിലാ. 3 വർഷം നബി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നബിയെ കല്ലെറിയും, നബിയിൽ വിശ്വസിക്കുന്നവരുടെ പുറത്ത് കുടൽമാല വെക്കുകയും ചുട്ടുപഴുത്ത മണലിക്കടത്തി വലിക്കുക, അങ്ങനെ ഇടങ്ങേറായിട്ട് ദുരിതപ്പെട്ട് നബി ഓർക്ക, ഒരു ദിവസം എന്റെ ഉമ്മന്റെ നാട് തായിഫിലാണല്ലോ, തായിഫിലേക്കൊന്ന് പോയിട്ട് അവിടെ പോയി എന്റെ മാമന്മാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയാം, അവരാരെങ്കിലും ഒക്കെ സ്വീകരിക്കും. ഉമ്മന്റെ ആങ്ങളമാരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, മാമന്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകാന്നും പറഞ്ഞ് ആമിന ബീവിയുടെ ആങ്ങളമാരുള്ള സ്ഥലത്തേക്ക് പോയതാ. അവിടെ ചെന്നപ്പോ അവിടുത്തെ കാരണവന്മാര്, നീ ഇത് പറയാനാണ് ഇവിടെ വന്നത് എന്നും പറഞ്ഞ് നബിയെ ഒരുപാട് ദ്രോഹിക്കുകയും കൊട്ടേഷൻ ടീമിനെ വിളിച്ചു വരുത്തി കല്ലെറിയുകയും ചെയ്തെന്ന ചരിത്രം പറയുന്നത്. അങ്ങനെ വിഷമിച്ച് നബി ആ ഉത്തുബത്തിന്റെ തോട്ടം ഇസ്ലാമിന്റെ കഠിന ശത്രു ഉത്തുബയുടെയും തോട്ടത്തിന്റെ അരികില് തന്റെ ഷോള് വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി തേങ്ങിക്കരഞ്ഞുകൊണ്ട് നടത്തിയ പ്രാർത്ഥന ബുഖാരി കിടപ്പുണ്ട്, ഹദീസ് ഗ്രന്ഥത്തിൽ. നബി അന്ന് ആ പ്രാർത്ഥന അള്ളാഹുവിന് എത്ര ഇഷ്ടപ്പെട്ടിട്ടാ അള്ളാഹു സൂറത്ത് ഫുർഖാന്റെ അവസാനം, കുൽ പറയുക പ്രവാചകരെ, എന്താണ് ജനങ്ങളോട്, എന്റെ ദുആയാണ് എന്റെ റബ്ബ് എന്നെ പരിഗണിച്ച് ഈ നിലവാരത്തിലും എന്നെ എത്തിച്ചിരിക്കുന്നതെന്ന്. അത് അള്ളാഹു നബിയോട് പറയുന്നത് താങ്കളുടെ ദുആയാണ്. അതുകൊണ്ട് നമ്മളെ അള്ളാഹു പരിഗണിക്കണോ? നിങ്ങളുടെ എല്ലാ വിഷമവും, എല്ലാ പ്രയാസവും എല്ലാം എടുത്തു വെച്ച് അള്ളാഹുവിന്റെ അടുത്ത് നല്ല രീതിയിൽ, അള്ളാഹു കരുണാമയനാണ് സഹോദരിമാരെ.
ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ സമ്മാനങ്ങളാണ്. ഒന്നും നമ്മൾ കൊണ്ടുവന്നതല്ല. അള്ളാഹു നൽകിയ ദാനമാണ് ഈ ജീവിതവും ജീവിതത്തിലെ എല്ലാ അള്ളാഹുടെ ഗിഫ്റ്റാണെല്ലാം. നല്ല മക്കൾ അല്ലെ, ഉമ്മാന്ന് വിളിച്ചിട്ട് നമുക്കെല്ലാം 2-3 മക്കൾ, 5ഉം 6ഉം 3ഉം 2ഉം മക്കളില്ലേ. ഒരു മക്കളില്ലാത്ത ആളുകളെ കാണുമ്പോൾ അറിയാം എന്റെ വിഷമം. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന ദാനമാണ്. അത് ആസ്വദിച്ച് അതിനോടുള്ള കടമ നിർവഹിച്ച് അതിനെ നന്ദി അർപ്പിച്ച് ഇവരെ ഫലവാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടുന്നൊക്കെ ചെയ്തു കൊടുത്ത് നല്ല ഉമ്മയായിട്ട്. ഇന്ത്യയിലെല്ലാം പോരായ്മ എല്ലാ മക്കളും ഒരേ റേഞ്ചിലൊന്നും ആയിരിക്കത്തില്ല. ആരെങ്കിലും കൊണ്ടൊക്കെ ഒരു ദുരിതം ഉണ്ടാകും. അവരെ ചേർത്ത് കുറെ പരിഗണിക്കണം. അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ പരീക്ഷണമാകാം. അള്ളാഹുലേക്ക് അതിനെ റെക്ടിഫൈ ചെയ്ത് അതിനെ നന്നാക്കി എടുക്കുന്ന ജോലി നമ്മുടെ പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആ അള്ളാഹു സ്വീകരിച്ച് അത് നന്നാക്കി തരും. നിത്യവും സുഖശീതളമായ ഒരു ജീവിതം ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. നിത്യവും. അതാണ് ഞാൻ ഇന്നലെ ആ ഇത്താത്താനോട് എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കയറി പറയാൻ പറ്റാത്ത. എപ്പോഴും നമുക്ക് അന്നൊരു ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഷാക്കിറ ടീച്ചറെ ഞങ്ങൾ എന്ത് സുഖത്തിൽ ജീവിച്ചവരാണ്, എന്ത് സന്തോഷത്തിൽ ജീവിച്ചവരാണ്. ഇഷ്ടംപോലെ പണം ഉണ്ടായി, എപ്പോ വേണമെങ്കിലും ഗൾഫിൽ നിന്ന് മാസം മാസം വരായിരുന്നു. ഇപ്പം ഗൾഫിൽ നിന്ന് വർഷത്തിലൊരിക്കൽ പോലും വരാൻ പറ്റാത്ത കഷ്ടപ്പാടായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇച്ചിരി കുറഞ്ഞപ്പോ അള്ളാഹിനോട് ഒരു പ്രതിഷേധം. അല്ലാണ്ട് നമുക്ക് അങ്ങനെ പാടില്ല ഒരിക്കലും. നിത്യവും സുഖശീതളമായ ഒരു ജീവിതം ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഒരാളെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരാൻ പറ്റുമോ? ജനിച്ച നാളിലോട്ട് ഇതുവരെ ഇയാൾക്ക് ഒരു പ്രയാസം ഇല്ലാതെ? അത് ഒരിക്കലും സാധ്യമല്ല. ആഘോഷപൂർവമായ ജീവിത അനുഭവങ്ങളിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി കണ്ണു നനയുന്ന അവസരങ്ങൾ ഉണ്ടാകാം. സങ്കീർണമായ ജീവിത അവസരങ്ങളിൽ നാം നിസ്സഹായരായി നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ കൈനീട്ടും. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ദുആ നമ്മുടെ നിസ്സാരതയുടെയും എളിമയുടെയും ദുർബലതയുടെയും തെളിവാണ് ദുആ. 2 റക്അത്ത് നിസ്കരിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നാം ചെറുതാണെന്നും വലിയവൻ അള്ളാഹു മാത്രമാണെന്നും ദുആ നമ്മെ പഠിപ്പിക്കും. ദുആ തെളിയിക്കുന്നു. എന്നിട്ട് എത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ ഡോക്ടർമാര് എന്തെല്ലാം കാര്യങ്ങൾക്കും പറയും, ഇനി നിങ്ങൾ ദൈവത്തിനെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, ഇനി ദൈവത്തിന്റെ മിറാക്കിളാണ് കാണേണ്ടത്. നാം ശാസ്ത്രത്തിന് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സഹോദരിമാരെ മനസ്സിലാക്കണം. അത് നമ്മുടെ കഴിവോ നമ്മുടെ അറിവോ നമ്മുടെ പരിചയമോ നൈപുണ്യമോ കൊണ്ട് സാധ്യമാക്കാനാകാത്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സർവ കഴിവുകളുടെ ശക്തി മഹാത്മ്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് എല്ലാം അർത്ഥിക്കുന്ന, അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല ഒന്നും നേടുന്നത്. അത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല സഹോദരിമാർ. ഇതെല്ലാവരും ഉൾക്കൊള്ളണം. അതിനുള്ള കഴിവ് ആർജിക്കേണ്ടത് ഭക്തിയോടുകൂടിയുള്ള നമസ്കാരത്തിലൂടെയാണ്. നാം മാത്രമായ നമ്മുടെ സ്വകാര്യതയിൽ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ഒന്ന് ഏകീകരിച്ച് കയ്യും മനസ്സും അള്ളാഹുലേക്കൊന്ന് ഉയർത്തി നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന വാക്കുകളാല് നല്ല ദയൂറുന്ന വാക്കുകളോട് വിനീതനായിരിക്കുന്ന, അങ്ങനെ സ്വകാര്യമായിട്ട് അള്ളാഹുമായിട്ട് ഒഴിഞ്ഞിരിക്കുന്നതിന് ആ അതിരുകളില്ലാത്തൊരു അനുഭൂതിയാണ് അതിലൂടെ കിട്ടുന്നത്. ഒറ്റയ്ക്കൊന്ന് മനസ്സിരുത്തി അള്ളാഹുവിനെ വാഴ്ത്തി ആസ്മാൻ ഹുസ്നയിലെ നല്ല നല്ല വേർഡുകളൊക്കെ പറഞ്ഞിട്ടും നമ്മൾ അള്ളാഹിനെ പ്രകീർത്തിച്ചിട്ടും എന്നിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ വിനീതമായിട്ട് അള്ളാഹിന്റെ അടുത്തുനിന്ന് പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി ആർക്കും, അത് വിശ്വാസിക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അത് മുഅ്മിനാണെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന് ഖുർആനാണ് പറയുന്നത്. അള്ളാഹു അതുകൊണ്ട് സന്ദർഭോചിതമായിട്ട് ഞാൻ നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ എന്നോട് സങ്കടം പറഞ്ഞ താത്തമാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അപ്പൊ ദുആ സ്വീകരിക്കാൻ ചില മര്യാദകളും കൂടിയുണ്ട്. ആത്മാർത്ഥമായ മനസ്സോടുകൂടിയാണ് ദുആ ചെയ്യേണ്ടത്. നിരാശ അപ്പോയിന്റഡ് നിന്നിട്ട് ദുആ ചെയ്യണം. ഇത് കിട്ടും, എനിക്കിത് കിട്ടും. എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ എനിക്ക് എണ്ണി പറയാനുണ്ട്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിനക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കാനാണ്. എന്റെ ഒരു അനുഭവമാണ്. എന്റെ മകൻ ഇപ്പൊ മദീന യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി. 1,00,000 പേര് പങ്കെടുത്ത എക്സാം ആണ്. 1000 പേർക്ക് അഡ്മിഷൻ ഉള്ളെന്ന് ആദ്യമേ പറഞ്ഞു. 1000 പേർക്ക് അഡ്മിഷൻ ഉള്ളെന്ന്. അപ്പൊ ഏകദേശം അന്ന് പോകുമ്പോൾ ഒരു 55,000 ഉറുപ്പിക ചെലവാണ്. ടിക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് പോകുന്നതിന്. അപ്പൊ പോകുമ്പോൾ തന്നെ ഞാൻ 1000 പേർക്കേ ഉള്ളൂ, 99,000 പേർക്കും ഇല്ല. 1000 പേർക്കാണ് ആ ഇയറിൽ അഡ്മിഷൻ. പക്ഷെ കൂട്ടി പോയ സമയത്ത് പ്രതീക്ഷയോടുകൂടി ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുവാൻ, പഠിച്ചവനെ റഹ്മാനെ നീ സെലക്ട് ചെയ്യണേ, റിജക്ട് ചെയ്യല്ലേ പഠിച്ചവനെ,
അപ്പം അവൻ സെലക്ട് ചെയ്യുമെന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടിയുള്ള നോമ്പെടുത്തിട്ട് നമസ്കരിച്ചിട്ടൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന. അള്ളാഹു എന്നെ നിരാശപ്പെടുത്തല്ലേ, എനിക്ക് തരണേ, ആത്മാർത്ഥമായിട്ടും. കാരണം 10-20 ഭാഷ വശമുള്ളവരുണ്ട്. ഇവിടെ ഇച്ചിരി ഫ്ലോയിൽ നന്നായി സംസാരിക്കാൻ അറിയാൻ ഇംഗ്ലീഷ് ഭാഷയാണ്. അറബി കുറച്ചൊക്കെ ഹാഫിലാണെങ്കിൽ അറബി ഒരുപാടെന്നൊന്നും ഇപ്പോഴാണ് നന്നായിട്ട് അറിയത്തെ. പക്ഷെ അൽഹംദുലില്ലാ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ട് അഡ്മിഷൻ ഓക്കെ ആയി. അങ്ങനെ ഒരുപാട് നിങ്ങൾക്കും എനിക്കും ഒക്കെ അങ്ങനെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അപ്പൊ ആത്മാർത്ഥമായ മനസ്സോടുകൂടി വേണം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയും സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥിക്കണം. അത് റഹബം വറഹബ. സൂറത്ത് അംബിയായിൽ പ്രവാചകന്മാരുടെ ചരിത്രം, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, സക്കരിയ നബി, യഹ്യാ നബി, ഓരോരുത്തരുടെയും കാര്യം പണ്ട് കുല്ലും മിന സാലിഹീൻ, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. അവരെല്ലാം ഭക്തിയോടെ നമസ്കരിക്കുന്നവരാണ്, നമസ്കാരത്തിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന, നമസ്കരിച്ചതിനു ശേഷം റഹബം വർഹബ, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ഞാനും നിങ്ങളും നിത്യജീവിതത്തിൽ നന്നായി നമസ്കരിച്ച് ആഗ്രഹത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ദുആ ചെയ്യുന്നവരാണ്. ദുആ തുടങ്ങുമ്പോൾ ഹംദും സലാത്തും കൊണ്ട് ദുആ തുടങ്ങി അവസാനിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ നല്ല രീതിയിൽ വാഴ്ത്തി അള്ളാഹുവിന്റെ സ്നേഹം തുളുമ്പുന്ന, കാരുണ്യം തുളുമ്പുന്ന അവന്റെ പേരൊക്കെ ചൊല്ലി നല്ല നിലക്ക് വേണം ദുആ തുടങ്ങാനും അവസാനിപ്പിക്കാനും. അതുപോലെ തന്നെ കിബിലയ്ക്ക് അഭിമുഖമായതോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് ഇരു കൈകളും ഉയർത്തി. ഇപ്പൊ ദുആ ചെയ്യുമ്പോൾ ആരും കൈ പോലും പൊക്കുന്ന സമ്പ്രദായമില്ല, കൈ താഴ്ത്തിയാ ഇട്ടേക്കണത്. ഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ അങ്ങനെ നീട്ടുന്ന കൈ, പൊക്കി പിടിച്ചിരിക്കുന്ന കയ്യിൽ എന്തെങ്കിലും വെച്ചു തരാതെ നമ്മളെ റിട്ടേൺ അയക്കാൻ അള്ളാഹ്ക്ക് ലജ്ജയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുആ സ്വീകരിക്കാനുള്ള എളുപ്പ വഴികൾ പറയുകയാണ്, അതിന്റെ ഒരു മര്യാദകൾ പറയുകയാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ദുആക്ക് ഉടൻ ഉത്തരം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ മാതാപിതാക്കളെ, പിന്നെ എന്റെ ക്ലാസ്സിലിരിക്കുന്നവരും സ്വന്തമായിട്ട് മാതാപിതാക്കൾ ഉള്ളവർ, അവരെ അനുസരിക്കുകയും അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുകയൊക്കെ ചെയ്താൽ അവർക്ക് ദുനിയാവിൽ ഊഹിക്കാനൊക്കാത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കും. അവരുടെ ദുആ, അവര് പരലോകത്തിന് വേണ്ടി എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കും. സഹോദരിമാരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരിക്കൽ മദീനയുടെ മുറ്റത്ത് നബി ഇങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമറേ, ഇറാഖിൽ നിന്ന് ഒരു വിഭാഗം, ഒരു നിവേദക സംഘം വരുന്നുണ്ട്. അതിൽ ബസറക്കാരനായ ഉവൈസുൽ ഖർണി എന്നൊരു കൊച്ചു ചെറുപ്പക്കാരൻ അതിനകത്തുണ്ട്, ആ നിവേദക സംഘത്തിലുണ്ട്. നീ ആ പയ്യനെ കാണുവാണെങ്കിൽ അവനോട് പറയണം, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഉമർ ചോദിച്ചു, എന്താ നബി ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? അതെന്താണെന്നറിയാമോ? അവൻ ഉമ്മയെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന മോനാണ്. ഉമ്മയെ പരിപാലിക്കുകയും ഉമ്മയ്ക്ക് സേവനം ചെയ്യുകയും ഉമ്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സമയം ചിലവഴിക്കുന്ന, ആരോഗ്യം ചിലവഴിക്കുന്ന, സമ്പത്ത് ചിലവഴിക്കുന്ന മകനാണ് ഉവൈസുൽ ഖർണി. അതുകൊണ്ട് തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർണിയെ കാത്തിരുന്നുവെന്നും, ഉവൈസുൽ ഖർണി ബസ്രയിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ ആ നിവേദക സംഘത്തിൽ അവരോട് ചോദിച്ചു, ഇതിനകത്ത് ആരാണ്? ഇറാഖിൽ നിന്നാണ് ജനത വരുന്നത്, ഇതിനകത്ത് ആരാണ് ബസ്രക്കാരനായ ഉവൈസുൽ ഖർണി? ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും സലാം പറയുകയും എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്ന ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉമ്മയ്ക്ക് വേണ്ടി ദുആ പരിപാലിച്ച ഒരു മകന്റെ ദുആ സ്വീകരിക്കും. നമ്മുടെ സ്വന്തം വാപ്പായ്ക്കും ഉമ്മായ്ക്കും ഒക്കെ ഹിദ്മത്ത് ചെയ്താൽ നമ്മുടെ ദുആ അള്ളാഹ് സ്വീകരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ ദുആ സ്വീകരിക്കാൻ വേറൊരു കാര്യമാണ്, ആ ഒരു കാര്യം ആവർത്തിച്ച് അള്ളാഹിനോട് പറയാം. സൃഷ്ടികളോട് ആവർത്തിച്ച് എന്തെങ്കിലും പറഞ്ഞ ആളുകൾക്ക് മടുപ്പുണ്ടാക്കി വെക്കുമ്പോൾ ഇത് തന്നെ പണി എന്ന് പറയും. പക്ഷെ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടം, കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചോദിക്കുക. ദുആ സ്വീകരിക്കാൻ വേറൊരു നിബന്ധനയാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ സ്വതക്ക ചെയ്താലും അത് സ്വീകാര്യമല്ല. ആ സ്വതക്ക ചെയ്തിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. ഇന്ന് എവിടെയും മക്കളെ കൊണ്ടുള്ള പരാതിയാണ് എല്ലാവർക്കും. വീട്ടില് സ്വസ്ഥതയില്ല എന്നുള്ള പരാതിയാണ്, സമാധാനമില്ല. ദുആ ചെയ്തിട്ട് എത്ര പേരാണ് ദിനേന പറയുന്നത്. പക്ഷെ അവരുടെ വിഷമിക്കണ്ടെന്ന് കരുതി അന്വേഷിക്കുമ്പോൾ അവരുടെ വരുമാനം, ലോൺ എടുത്തുകൊണ്ടുള്ള ബിസിനസ്, ലോൺ എടുത്തുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയിൽ ഹറാമായ സമ്പാദ്യത്തിലുള്ള വീടും വരുമാന മാർഗവും, പിന്നെ എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കത്തില്ല. ഇനി വേറൊരു വശം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ
സക്കാത്ത് കൊടുക്കാത്ത മുതല് അതിനകത്ത് നിന്ന് വളരുന്ന മക്കള് എവിടെ സ്വസ്ഥത കിട്ടാനാ? ദുആ എങ്ങനെ സ്വീകരിക്കാനാ? അപ്പൊ അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ, ഹറാമായത്, സംശയകരമായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുകയും ഇടപാടുകളിൽ ഹറാമുകൾ കലരാതിരിക്കാനും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരിമാരെ, അതുപോലെ തന്നെ ദുആ സ്വീകരിക്കാനുള്ള വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചെയ്തു പോയ തെറ്റ് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അത് തിരുത്തുകയും അതിനുവേണ്ടി പാപമോചന പ്രാർത്ഥന ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. ചെയ്തു പോയ ഒരുപാട് തെറ്റിങ്ങനെ കുഞ്ഞു കൂടി ചെറുതും വലുതുമായി കിടക്കുക, അതൊന്നും ക്ലിയർ ചെയ്യാതെ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കത്തില്ല. അതിനുവേണ്ടി ആദ്യം ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചന പ്രാർത്ഥന ചെയ്യണം. അള്ളാഹു എല്ലാം പുറത്തു വരും. അതിനുശേഷം ഒന്ന് ആവശ്യം പറഞ്ഞു നോക്കിയേ, അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്ക് ചരിത്രം അറിയാമല്ലോ, ഈജിപ്തിൽ മൂസാ നബിയുടെ കാലഘട്ടത്ത് ശക്തിയായ വരൾച്ച, കൊടും വരൾച്ച, ജനങ്ങളെല്ലാം വെള്ളം കിട്ടാതെ പൊറുതിമുട്ടി, വയലെല്ലാം കത്തി ഉണങ്ങി, കുളങ്ങൾ വറ്റി, തോടുകൾ വയലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് ജനങ്ങൾ വിഷമിച്ചിട്ട് അവസാനം മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയെ വിശ്വസിച്ചൊരു കുറച്ച് ആൾക്കാരുമായിട്ട് ബൈത്തുൽ മുഖദ്ദിസിൽ പോയിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്തപ്പോൾ മൂസാ നബിക്ക് ഒരു അറിയിപ്പ് അള്ളാഹുവിൽ നിന്നുള്ള അശരീരി എന്താണ്? മൂസ, നിന്റെ ഈ സദസ്സിൽ, നീ ഇരിക്കുന്ന ഈ സദസ്സിൽ ഒരു ക്രിമിനൽ കുറ്റവാളി ഉണ്ട്. നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സദസ്സിലുണ്ടല്ലോ, തുടർച്ചയായിട്ട് 40 വർഷം കൊണ്ട് കടുത്ത ഒരു പാപം ചെയ്യുന്ന ആൾ ഈ സദസ്സിലുണ്ട്. അയാൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. അയാൾ പോയാൽ നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിക്കാം. അപ്പൊ മൂസാ നബി ആ സദസ്സിനോട് റിക്വസ്റ്റ് ചെയ്ത് യാചിച്ച് പറഞ്ഞത്, ഇങ്ങനൊന്നും അറിയിപ്പുണ്ടായി, ദയവ് ചെയ്ത് ആ പാപി ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി തരാവോ? അങ്ങനെയാണ് നിങ്ങൾ മാറിയാ മഴ പെയ്യിക്കാന്ന് അല്ലാഹ് പറയുന്നു. മഴ പെയ്യുമ്പോൾ നിങ്ങൾക്കും അതിന്റെ സുഖം ആസ്വദിക്കാം. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ പാപിക്ക് മനസ്സിലായി, ഇത് ഞാൻ തന്നെയാണ്. അയാൾ ഒരു ഭാവവ്യത്യാസം വരാതെ ഉള്ളുകൊണ്ട് കരയാൻ തുടങ്ങി. അർഹമുറാഹിമിനെ, ഞാനാണ് ആ പാപി, എന്നെ വെളിപ്പെടുത്തല്ലേ റബ്ബി, സരസിനോട് ഞാനാണ് ആ കുറ്റവാളി എന്ന് ആരോടും പറയല്ലേ, പടച്ചനെ അറിയിക്കല്ലേ അള്ളാഹ്, ഞാൻ ഇനി ഒരിക്കലും ചെയ്യത്തില്ല, എനിക്ക് നീ പുറത്തു തന്നെ. ഉള്ളിങ്ങനെ കരഞ്ഞ് ഉള്ളുകൊണ്ട് തേങ്ങി കരഞ്ഞ് കണ്ണീര് വരുന്നില്ല. കണ്ണീര് വന്നാൽ എല്ലാരും അറിയത്തില്ലേ ഞാനാണ് ആ പാപിയെന്ന്. അതുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഉള്ളുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ കാറ്റും കോളും മിന്നലും ഇടിയും, ഇത്തിരി കഴിഞ്ഞപ്പോ ശക്തിയായ ഒരു മഴ, 1 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്ത് വയല് നിറഞ്ഞു, കുളം നിറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന് വീണ്ടും സംശയം, അല്ലാഹുവേ, നീ പറഞ്ഞ് ആ പാവി ഇറങ്ങി പോയാലേ മഴ പെയ്യിക്കത്തുള്ളെന്ന്, ആ പാവി ഇറങ്ങി പോകാതെ തന്നെ നീ മഴ പെയ്യിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, മൂസ, നിനക്ക് എന്തറിയാം, ആ മനുഷ്യൻ ഇത്രയും നേരം ഇസ്തിഗ്ഫാർ ചെയ്യുകയായിരുന്നു, എന്നോട് പശ്ചാത്തപിക്കുകയായിരുന്നു, ഹൃദയം പൊട്ടി ഉരുകി എന്നോട് ദുആ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ, തൗബയെ ഞാൻ സ്വീകരിച്ചിട്ടാണ് മഴ പെയ്യിച്ചിരിക്കുന്നത്. സൂറത്ത് നൂഹില്, സൂറത്ത് ഹൂദില് എത്ര സ്ഥലത്താണ് പശ്ചാത്തപിക്കാൻ പറഞ്ഞത്. തെറ്റുകളുടെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, 40 വർഷം കൊണ്ട് ആ മനുഷ്യൻ ചെയ്ത പാപം 40 സെക്കൻഡ് കൊണ്ട് പുറത്ത സ്നേഹാനിധിയായ അള്ളാഹുവിന്റെ മുമ്പിൽ അവനാണ് പറയുന്നത്, ഓടി യായ്ഹല്ലദീനാമൻ, ഈമാനുള്ളവരെ, തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും, ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ദുആയ്ക്ക് ഉത്തരമുള്ളവരാകാൻ ശ്രദ്ധയോടെ നമസ്കരിക്കുന്നവരാകണം. അഖിമിസ്സലാത്ത ലിദിക്രി, ഭക്തിയോടെ നിസ്കരിച്ച് എന്താവശ്യം ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നവരായി തീരണം നമ്മൾ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് എന്റെ അടുത്ത് ഇന്നലെ സങ്കടം പറഞ്ഞുകൊണ്ടാണ് ദുആയുടെ നിബന്ധനകൾ ഞാൻ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സംഭവിച്ചു പോയതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ മുഖേന ചെയ്ത ഇന്നലകളിൽ മിനിഞ്ഞാന്നുകളിൽ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള അള്ളാഹു മാത്രം അറിഞ്ഞ് ചെയ്ത ചില സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ, അള്ളാഹു, ഞാൻ അന്നാ ചെയ്തത് നിന്റെ പരലോകത്തെ സത്യപ്പെടുത്തി, അള്ളാഹു അന്നാ നിന്ന മനുഷ്യൻ, നിങ്ങളുടെ അയൽവാസി ആരും ആയിക്കൊള്ളട്ടെ, അന്ന് വന്ന് പുരപണിയുടെ കാര്യത്തിന് വേണ്ടി എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ കമ്മൽ ഊരി കൊടുത്തത് എന്റെ ഭർത്താവ് പോലും അറിയാതെ ആ റബ്ബെ, നിന്റെ സാന്നിധ്യം ഓർത്തിട്ട്
നിന്റെ സ്വർഗം പ്രതീക്ഷിച്ച പടച്ചോനെ അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ പ്രാർത്ഥന, എന്റെ ഇപ്പോഴത്തെ ആവശ്യം നീ സാധിച്ചു തന്നെ. ഇങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകണം. സിറായ അമല് ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ ദുവാ സ്വീകരിക്കും. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ദുവായിൽ മനസാന്നിധ്യവും താഴ്മയും ഉണ്ടായിരിക്കണം. ധൃതിയൊന്നും വെക്കരുത്, ബഹളം വെക്കരുത്, അക്ഷമ കാണിക്കരുത്. വിനയത്തോടുകൂടി അള്ളാഹുടെ മുമ്പിൽ ഇരുന്ന്, നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും മിസ്കിന്മാര് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്ത് കൊടുത്താലും മതിയാകാത്ത അതേ ഒരു വിനയത്തോടുകൂടി നമ്മൾ അള്ളാഹുടെ അങ്ങേയറ്റം താഴ്മയോടുകൂടി ചെയ്യണം. അള്ളാഹു അതിനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാറ്റഗറി 5 ഉണ്ട്. അതിൽ 3, 4, 5. 3-ൽ നിൽക്കുന്നവർ 4-ലോട്ട് കയറണം, 4-ൽ നിൽക്കുന്നവർ 5-ലേക്ക് ആകാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ കാറ്റഗറിയിൽ എന്നെ ആക്കിത്തരണേന്ന് അള്ളാഹിനോട് നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവരാകണം. സഹോദരിമാരെ, നമസ്കാരത്തിന്റെ കാറ്റഗറി 5-ൽ 1-ലും 2-ലും തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. കാരണം നാളെ പരലോകത്ത് കെലിമ ഷഹാദത്ത് കഴിഞ്ഞാൽ, തൗഹീദ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ചെക്കിങ്ങിന് എടുക്കുന്ന നമസ്കാരമാണ്. ഇസ്ലാം കാര്യത്തില് ആദ്യമായിട്ട് ഷഹാദത്ത് കെലിമ കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ഹജ്ജ് ചെയ്തോന്നല്ല, നോമ്പിന്റെ കാര്യമല്ല ചെക്കിങ്ങിന് എടുക്കുന്നത്, നമസ്കാരമാണ്. നമസ്കാരം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ശരിയാകും. നമസ്കാരത്തിൽ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, വജ്ജഹത്തിൽ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ നമസ്കാരം, എന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, എന്റെ ജീവിതവും മരണവും, ജീവിതത്തിന്റെ മരണത്തിനും ഇടയ്ക്കുള്ള മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവേ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലാ ശരീക ലഹു, അതിൽ ആർക്കും പങ്കില്ല. ബിദാലിക് ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് റബ്ബെ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ഒരു പ്രോമിസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതമാകണം. ഓരോ നമസ്കാരത്തിൽ നമ്മൾ ഈ വജ്ജഹത്ത് പറയുന്നുണ്ട്, അള്ളാഹിനോട് പ്ലഡ്ജ് ചെയ്യുവാണ്, പ്രതിജ്ഞ എടുക്കുകയാണ്. അത് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാകണം നമ്മുടെ ജീവിതം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നിലക്ക് അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതിനുശേഷം ഒന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. സമാധാനത്തോടെ ആയിരിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് റുക്കൂവും സുജൂദും. ഞാൻ എപ്പോഴും പറയുന്നല്ലേ, നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ഇഷ്ടമാണ് അല്ലെ. നമ്മുടെ മോന് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി, ഇപ്പൊ എന്റെ മോള് പ്രഗ്നന്റ് ആണ്, എന്റെ മോൾ ഓരോ കാര്യം ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊരു ഇഷ്ടമാണ്. എന്റെ ശരീരവേദന, എന്റെ കൈവേദനയോ കാലുവേദനയോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ മോളുടെ ആഗ്രഹമാണത്, എന്റെ മോളുടെ ഇഷ്ടമാണത് എന്നും പറഞ്ഞ് നമ്മൾ അത് ചെയ്യും. സഹോദരിമാരെ, ഇങ്ങനെ എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, എന്റെ റബ്ബിന് ഇഷ്ടമാണ് എന്ന നിലക്കാണോ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? എന്റെ അള്ളാഹുൻ ഒരു ചടങ്ങ് പോലെ ആകരുത്. എല്ലാം എന്റെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ, ബാപ്പമാർ നഷ്ടപ്പെട്ടവർ, ഇവരെ പരിപാലിച്ചാൽ, ഇവർക്ക് സേവനം ചെയ്താൽ, ഇവർക്കൊരു ഉപകാരം ചെയ്താൽ, ഇവർക്ക് നല്ല ആഹാരം വാങ്ങിക്കൊടുത്താൽ, ഇവർക്ക് നല്ല വസ്ത്രം ധരിച്ചാൽ അത് എന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന നിലക്കൊന്ന് നമ്മളൊന്ന് ചെയ്തു നോക്കിയേ. അപ്പൊ അള്ളാഹു നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും. അതിനുശേഷം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ദുആ ചെയ്ത് നോക്കിയേ, അള്ളാഹു നിറയെ തരും നമുക്ക്. അങ്ങനെ അള്ളാഹുവിനെ നിറയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിത്തിരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, ഞാൻ കുറെ നാളായല്ലോ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മുടെ മനസ്സ് പറയും. മാറ്റത്തിരുത്തലിന് മനസ്സ് ആവശ്യപ്പെട്ടാൽ, ഇങ്ങനെ പോരാ, എനിക്ക് കുറച്ചും കൂടി ചെയ്യേണ്ടതുണ്ട്, കുറെ കൂടി നല്ല കാര്യം ചെയ്യേണ്ടതുണ്ട്, കുറെ കൂടി ഖുർആൻ ഓതേണ്ടതുണ്ട്, കുറെ കൂടി പഠിക്കേണ്ടതുണ്ടെന്ന് മനസ്സ് പറഞ്ഞു തന്നാൽ അത് കറക്റ്റ് ആൻസർ ആണ്. മനസ്സിന്റെ ആ തേട്ടം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഷെഡ്യൂൾഡ് മാറ്റി, ജീവിതത്തിന്റെ ക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ജീവിതം നയിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലുള്ള ലൈലാത്ത ഉംറയ്ക്ക് പോകുന്നുണ്ട് അടുത്ത ശനിയാഴ്ച. അവർക്ക് എല്ലാ അനുഗ്രഹവും അള്ളാഹു ചെയ്തു കൊടുക്കാൻ, ആയുസ്സിലെ ഏറ്റവും മികവുറ്റ ഉംറയായിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആയുസ്സിലെ ഏറ്റവും നല്ല ഉംറ ചെയ്ത് മടങ്ങി വരാൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ എന്നെന്നും നിലനിർത്തുമാറാകണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്നേഹിക്കണേ പടച്ചവനെ, നീ ഞങ്ങളെ പരിഗണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്തെല്ലാം പ്രതിഫലം നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് ചോദിച്ചിട്ടുള്ള എല്ലാ നന്മയായ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം തിന്മയിൽ നിന്നോട് രക്ഷ തേടിയോ അതിൽ നിന്ന് ഞങ്ങളെ, ലോക മുസ്ലിങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ
ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്തും ആയുസ്സും റഹ്മാനായ റബ്ബെ നിന്നെ അനുസരിക്കാനുള്ള സന്മനസ്സും തൗഫീക്കും നൽകി അവരെ നീ ധന്യരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ ജീവിത നിലവാരം കണ്ട് സംതൃപ്തി അടയാനുള്ള തൗഫീക്ക് മാതാപിതാക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഗ്രഹം, ആ തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ, നിനക്കിഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാൻ, നിന്റെ അടുത്തേക്ക് വരുമ്പോ നാഥ നിന്റെ ഇഷ്ടങ്ങളിൽ ചിലതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ സൽക്കർമ്മങ്ങൾ കാഴ്ചവെക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ സമയം അത് മുഴുവനും നിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗം നസീബാക്കാൻ, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അന്തൽ ഗഫൂറുർ റഹീം ഫൻസുർനാ യാ ഖൈറൻ നാസിരീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله